കടക്കുകയാണ് നമ്മൾ. സിജി അതിൻ്റെ 30-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയാണ് 2030 ആകുമ്പോഴത്തേക്ക് വരുന്ന 5 വർഷം കൊണ്ട് രൂപീകരിക്കപ്പെടേണ്ടുന്ന പദ്ധതികളെക്കുറിച്ചിട്ടുള്ള ചർച്ച നാം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. താഴെത്തട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. സിജിറയും സിജിലയിലൂടെയാണ് നമ്മളിതിൻ്റെ ചർച്ചകൾ തുടങ്ങിയത്. സിജിറ എന്ന് പറഞ്ഞത് ഓരോ ജില്ലയിൽ നമുക്ക് 16 ജില്ലാ കമ്മിറ്റികളാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ 16 ഉണ്ട്. ആ 14 ജില്ലകളിലായിട്ട് 15 പ്രോഗ്രാം നമ്മൾ നടത്തി. കോഴിക്കോട് ജില്ലയിൽ 2 എണ്ണം. പ്രവർത്തകരോടും അനുഭാവികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്കൊക്കെ പ്രിന്റഡ് പേപ്പർ കൊടുത്തിട്ട് ചോദിച്ചു, സിജിയുടെ പ്രവർത്തനങ്ങൾ ഈ വിഷൻ പറഞ്ഞിട്ട് ഈ വിഷൻ അനുസരിച്ചിട്ട് രൂപീകരിക്കേണ്ടുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഗോൾസ് എന്തൊക്കെയായിരിക്കണം എന്ന് ലിസ്റ്റ് ചെയ്ത് തന്നു. ജില്ലകളിൽ മാത്രം നിർത്തിയില്ല, സിജില നടത്തി നമ്മൾ. സിജിറയ്ക്ക് ശേഷം ഗ്രാസ് റൂട്ടിലേക്ക്, യൂണിറ്റുകളിലേക്ക് അവിടെ നിന്നും സ്വരൂപിച്ചു. ഈ തൊട്ടടുത്ത ഹാളിൽ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ വിളിച്ച് വരുത്തി അവർക്കും കൊടുത്തു ഈ കടലാസ്, അവരും പൂരിപ്പിച്ചു തന്നു. പ്രിൻസിപ്പൽമാരെയും പ്രൊഫസർമാരെയും വിളിച്ചു, അവർക്ക് കൊടുത്തു, അവരും പൂരിപ്പിച്ചു തന്നു. ഇതെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ സിജിയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് 2 ദിവസത്തെ ഒരു എക്സിക്യൂട്ടീവ് കൂടിയിട്ട് അതിനെ കൺസോൾട്ടേറ്റ് ചെയ്തു. ആ കൺസോൾട്ടേറ്റ് ചെയ്തതിൽ നിന്ന് സിജിയുടെ ലക്ഷ്യങ്ങളിൽ കൊണ്ടുവരേണ്ടുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചിട്ട് അൽക്കോബാറിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ മീറ്റിങ്ങിൽ നമ്മൾ ഒരു മൂർത്തമായ രൂപത്തിലേക്ക് എത്തി. അതാണ് ഇന്നിവിടെ സിജി ഡേയിൽ ആളുകൾ പറഞ്ഞതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് 30 ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. എ പി സാർ പറഞ്ഞതുപോലെ ഈ 30 ലക്ഷ്യങ്ങൾ ഒരു ക്ലോസ്ഡ് പൈപ്പല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഇനി നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് ഇതിങ്ങനെ ചർച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉരുത്തിരിഞ്ഞ് ഇതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. സ്വാഭാവികമായിട്ടും ലക്ഷ്യം വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ള റിസൾട്ടായിട്ടാണ്. നമ്മളിതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ടും ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടും കൃത്യമായ ധാരണയിലാണ് സിജി പദ്ധതി നടപ്പാക്കുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന പദ്ധതികളിൽ വീഴ്ച വരുമ്പോൾ അത് തിരുത്തണം. മെത്തഡോളജി മാറ്റണമെങ്കിൽ മാറ്റണം. അങ്ങനെ മാറ്റിയും പരിഷ്കരിച്ചും 2030 നടക്കുന്ന സിജി ഡേയിൽ അന്നത്തെ ജനറൽ സെക്രട്ടറിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ 5 വർഷം മുമ്പ് 1ാമത്തെ ഗോൾ ഇങ്ങനെയായിരുന്നു, അതിപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് എത്തിയിരിക്കുന്നു, ഇത്ര % സക്സസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവണം. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നിവിടെ റിലീസ് ചെയ്തിരിക്കുന്ന ഈ 30 ഗോളുകൾ ഞാൻ വളരെ ചുരുക്കി വിശദീകരിക്കുന്നത്. നമ്മുടെ മിഷൻ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്, ഒരു സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. എല്ലാതരം ഹയറാർക്കിക്കൽ സിസ്റ്റത്തെയും തകിടം മറിക്കുന്ന, എല്ലാതരം ജാടകളെയും തകിടം മറിക്കുന്ന, ആർഭാടങ്ങളോട് കലഹിക്കുന്ന ഉത്തമമായ സമുദായം, ഹൈർ ഉമ്മത്ത്. അതാണ് നമ്മുടെ വിഷൻ. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതാണ് ദ സൊസൈറ്റി എംപവേർഡ്, സെൽഫ് സഫിഷ്യൻറ്റ്, വൈബ്രൻ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറയുന്ന 4 കീവേഡ് വെച്ചിട്ട് സലാം സാർ ഇതിനെ രൂപീകരിച്ച് തന്നത് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 4 പില്ലറുകളിൽ ഇതിനെ ഒതുക്കിയിരിക്കുന്നത്. ഈ പില്ലറുകൾക്ക് അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ 7 തീമുകളെ അൽക്കോബാറിലെ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്തത്. ആ തീമുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ 30 ഗോളുകളെയും മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രഥമമായിട്ടുള്ള പ്രാധാന്യമുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ലക്ഷ്യമാണത്. നിരന്തരമായിട്ട് പരിഹസിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന ഒരു സമുദായമാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി. 1/3 ജനസംഖ്യയുണ്ട്. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും കമ്മ്യൂണിറ്റി എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾ കൊണ്ടുവരുന്ന പ്രപ്പോസലുകളെ തകിടം മറിക്കപ്പെടുന്നു, സ്കീമുകൾ അട്ടിമറിക്കപ്പെടുന്നു, കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തു കാണാതെ പോകുന്നു. ഉദാഹരണം നരേന്ദ്രൻ കമ്മീഷൻ, പാലോളി കമ്മിറ്റി റിപ്പോർട്ട്, 80-20 വിവാദം, ബാക്കി കൂട്ടിച്ചേർക്കാം. ഒറ്റ റീസണേ ഉള്ളൂ, സമുദായത്തിൽ സംഘടനകളില്ലാത്തത് കൊണ്ടല്ല, സമ്മേളനങ്ങൾ നടത്താത്തത് കൊണ്ടല്ല, പന്തലൊരുക്കാത്തത് കൊണ്ടല്ല, ബിരിയാണി തിന്നാത്തത് കൊണ്ടല്ല. സെക്രട്ടേറിയറ്റിനകത്തുള്ള ഓഫീസിനകത്തേക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസിൽ പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. സിജി പ്രഖ്യാപിക്കുകയാണ്. അപ്പം കഴിഞ്ഞ നിയമസഭയിൽ പി ഉബൈദുള്ളയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് കിട്ടിയപ്പം 13% കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ. സിജിയുടെ FRA
ഇവിടെ ഇരിക്കുന്നുണ്ട്, രമ്യ ഉണ്ടാവും, FRAയുടെ കോർഡിനേറ്റർ. രമ്യ 2012 മുതൽ 2024 വരെയുള്ള ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് എൻ്റെ റിപ്പോർട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലും 13%. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ റിപ്പോർട്ടിലും 13%. ഒരു അണുവിടെ വ്യത്യാസമില്ല. ഈ 3 റിപ്പോർട്ടുകളും ഒരേപോലെയാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ പ്രാതിനിധ്യം 13%. അത് തന്നെ താഴെത്തട്ടിലെ ജോലികൾക്കാണ്, ഉയർന്ന ജോലികൾക്ക് കുറവാണ്. ഇവിടെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഇൻഷാ അല്ലാഹ് അടുത്ത 5 വർഷം കൊണ്ട് 30,000 ആളുകൾ കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ ഈ കമ്മ്യൂണിറ്റി കയറിയിരിക്കും. നോ ഡൗട്ട് കയറിയിരിക്കും. അങ്ങനെ ഈ സമുദായത്തിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടുന്ന മേഖലകൾ, നമ്മൾ എംപവർമെൻ്റ് എന്ന് പറയുന്ന ടെർമിനോളജി അതാ ഉപയോഗിച്ച്, തീരുമാനമെടുക്കേണ്ടുന്ന വേദികളിൽ തീരുമാനമെടുക്കേണ്ട ആളുകളുണ്ടാകാം. സ്ത്രീകളെ കുറിച്ചിട്ട് തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വേദിയിൽ മുഴുവൻ പുരുഷന്മാർ കൂടിയിരുന്നിട്ട് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് എത്രമാത്രം അശ്ലീലമാണ്. അതേപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കേണ്ട വേദികളിൽ ഈ കമ്മ്യൂണിറ്റി ആരും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെയും വളരെ പ്രഥമമായിട്ടുള്ളൊരു ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ലക്ഷ്യം, വളരെ പ്രധാനപ്പെട്ട തസ്തികകൾ, നമ്മൾ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി, ഒരുപാട് കോടികൾ. തീർച്ചയായിട്ടും അത് ആഗ്രഹം കൊണ്ടാണ്, നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അതിനൊന്ന് ഡൈവേർട്ട് ചെയ്താൽ ഇതേ IAS-ലേക്കും IPS-ലേക്കും ഒക്കെ എത്താൻ പറ്റുന്ന തൊട്ടടുത്ത പോസ്റ്റ് ഉണ്ട്. കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലിലൂടെ കയറുന്ന SSC-യുടെ പോസ്റ്റുകൾ. ആ SSC-യുടെ പോസ്റ്റുകളിലൂടെ കയറി വരുന്ന ആളുകൾക്കും കൺഫർ ചെയ്തിട്ട് കിട്ടും. അല്ലെങ്കിൽ തന്നെയും അവർക്ക് ആ പൊസിഷൻ വളരെ ഇതാണ്. അവരാണ് ED-യിലായാലും IB-യിലായാലും തുടങ്ങി വരുന്ന പോസ്റ്റുകളിലൊക്കെ ഉള്ളത്. ആ SSC-യിലൂടെ അതിന് ഡിഫറെൻ്റ് എക്സാംസ് ഉണ്ട്, CGLM CHLM പലതും ഉണ്ട്. അത്തരം പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്ന സെൻട്രൽ സർവീസിലേക്ക് ചുരുങ്ങിയതൊരു 3000 പേരെങ്കിലും അടുത്ത 5 വർഷത്തിനുള്ളിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ 2 ലക്ഷ്യങ്ങളെയും സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടാവണം. മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ഇഷ്ടംപോലെ ആളുകൾ നമുക്കുണ്ട്. പക്ഷേ റീസണിങ് എബിലിറ്റിയുടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ് CG ആവശ്യപ്പെട്ടാൽ പോലും ആളുകളെ കിട്ടാനില്ല. നമ്മുടെ ജനറൽ RP ഗ്രൂപ്പിലാണ് നമ്മൾ റിക്വയർമെൻറ്റ് ഇടാറ്. അടുത്ത 5 വർഷത്തെ നമ്മുടെ ഫോക്കസ് ഇതിന് പറ്റുന്ന റിസോഴ്സ് പേഴ്സൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് CGയുടെ HR ഡയറക്ടറായിട്ടുള്ള നിഷ ടീച്ചർ അടുത്ത 8-ാം തീയതി കേരളത്തിലെ വിവിധ ജില്ലകളിൽ സമാന്തരമായിട്ട് നടക്കുന്ന സിൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ തീമിൽ മത്സര പരീക്ഷകൾക്ക് പരിശീലനം കൊടുക്കുന്ന ആളുകളാണ് ഇനി CGയിൽ കൂടുതൽ വേണ്ടത് എന്ന അർത്ഥത്തിൽ തന്നെ ടീം സെറ്റ് ചെയ്യുകയും മത്സര പരീക്ഷക്കും കരിയറിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യുകയും ആ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ഈ വർഷത്തെ സിൻഡക്ഷനിലൂടെ പുതിയ ആളുകൾ കടന്നു വരുന്നതിൻ്റെ ടീം സെറ്റ് ചെയ്തത്. അത് നമ്മുടെ ലക്ഷ്യമാണ്. 300 പേരെങ്കിലും ഫുൾ ടൈം നമുക്കിതിനു വേണ്ടി ക്ലാസ് എടുക്കാനുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, യാഹുവും ഗൂഗിളും ഒക്കെ കേവലം ചില പേരുകളല്ല. അത് ഇത്തരത്തിലുള്ള വലിയ വലിയ ഓൺട്രപ്രണേഴ്സ്, വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ MNCs, ആ MNCs സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇതിനകത്തേക്ക് പ്രതിഭകളായിട്ടുള്ള കുട്ടികൾ നമുക്കുണ്ട്. ഒട്ടും പ്രതിഭാദാരിദ്ര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെയും, പെൺകുട്ടികളാണ് കുറച്ച് കൂടുതൽ മികച്ചു നിൽക്കുന്നത് കേരളത്തിൽ. ആ പ്രതിഭകളെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്താൽ എന്തുകൊണ്ട് ഒരു സുന്ദർപ്പിച്ച കേരളത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായിക്കൂടാ? എന്തുകൊണ്ട് ഒരു അലിബാബ ഇവിടുന്ന് ഉണ്ടായി വന്നുകൂടാ? അതിന് പറ്റുന്ന ആളുകളെ കാറ്റഗറി A എന്നാണ് നമ്മൾ അത്തരത്തിലുള്ള സെക്ടറുകളെ ജനറലായിട്ട് പേര് നമ്മൾ കൊടുത്ത പേരാണ്. ഒരു 30,000 ആളുകളെ അത്തരം മേഖലകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ലക്ഷ്യം നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തതാണ്. ജനിതക ഘടനയിൽ തന്നെ നമുക്കതിനൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. പക്ഷേ എന്നിട്ടും അത് വേണ്ട വിധം ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. മികച്ച ഓൺട്രപ്രണേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുക. നമ്മളുടെതൊക്കെ തന്നെയും ഉണ്ടായി വന്ന വലിയ ബിസിനസ്സുകാരെ നമ്മൾ നോക്കിയാൽ യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഉണ്ടായി വന്ന ആളുകളാണ്. ചെറുപ്പകാലത്തിൽ അതിന് വേണ്ടുന്ന സ്കില്ല് കിട്ടിയത് കൊണ്ടുണ്ടായി വന്ന ആളുകളല്ല. അതുകൊണ്ട് ഓൺട്രപ്രണേഴ്സിനെ ഉണ്ടാക്കുക, ഇൻക്ലൂഡിങ് വിമൻ.
സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ടൈറ്റിൽ തന്നെ കൊടുത്താണ്, സ്ത്രീകൾ ഓൺട്രപ്രണേഴ്സായിട്ട് വരേണ്ടതുണ്ട്. അത്തരം സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളെ നമുക്ക് ഇവിടുന്ന് കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കുട്ടികളെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് സീഡാറ്റ് ഉണ്ട്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് പോരാ. എഐയുടെ കാലഘട്ടത്തിൽ വളരെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവായിട്ട് കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനൊക്കെയുള്ള സെക്രട്ടേറിയറ്റ് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു, ആളുകളെ റിക്രൂട്ട് ചെയ്തു, അവരെൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. 7ാമത്തെ ഗോളാണ് ഇതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള കരിയർ പ്ലാനോടുകൂടെ, യാദൃശ്ചികമായിട്ട് ഏതെങ്കിലും മേഖലയിൽ എത്തുന്നതല്ല, കംപ്ലീറ്റ് കരിയർ അസസ്മെൻറ്റിലൂടെ തുടർച്ചയായിട്ട് കടന്നു പോയിക്കൊണ്ട് മികച്ച മേഖലയിലെത്തുന്ന ഒരു 30,000 ആളുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സർട്ടിഫൈഡ് കോഴ്സുകളാണ് അടുത്ത ഗോളിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത് UN-ൻ്റെ ടേമാണ്, NEP-യിലെ ടേമാണ്, കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ പോളിസിയിലെ ടേമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള കാലത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ നോളജ് സൊസൈറ്റികൾ വേണം. സിജി ഉദ്ദേശിക്കുന്നത് 30 നോളജ് വില്ലേജുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നോളജ് വില്ലേജിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. അവിടെ അറിവ് നിരന്തരം ഉൽപ്പാദിപ്പിക്കൊണ്ട്, അറിവിനാണ് മഹത്വം ഉണ്ടാകുക, അറിവാണ് പണം. നമ്മുടെ കുട്ടികൾക്കിടയിൽ ചിലപ്പോൾ സർക്കാർ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്, എന്ത് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഇത്രയല്ലേ കിട്ടുള്ളൂ, ഒരു നാരങ്ങ കച്ചവടം നടത്തിയതിനേക്കാൾ കിട്ടുമല്ലോ. ആ മൈൻഡ് സെറ്റിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പണം സാമൂഹ്യ മാറ്റം ഉൽപ്പാദിപ്പിക്കില്ല, സാമൂഹ്യ മാറ്റമാണ് നമുക്ക് ആവശ്യം. പണം ഒരു ഉപകരണം മാത്രമാണ്. പണത്തിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഇന്നേവരാരും കൊടുത്തിട്ടില്ല. ഒറ്റക്ക് ആലോചിക്കില്ല. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന 100 രൂപ ഇന്നേവർ ഒറ്റക്ക് ആലോചിച്ചിട്ടില്ല. അതാരുടെ പോക്കറ്റിലാണോ കിടക്കുന്നത് അവരുടെ ബ്രെയിനാണ് ഈ പണത്തെ കൊണ്ട് യൂട്ടിലിറ്റി ഉണ്ടാക്കുന്നത്. അതാണ് നോളജ് സൊസൈറ്റി പറയുന്നത്. അറിവ് ഉൽപ്പാദനം എന്ന് പറയുന്നത്, അറിവിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, സമൂഹത്തെ മാറ്റുക എന്ന് പറയുന്നത്, ആ സൊസൈറ്റിയിൽ ഒരു ഹാർമണി ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇതാണ് UN പറഞ്ഞത്. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞത്. അത്തരത്തിലുള്ള നോളജ് വില്ലേജുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. സിജി എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ടാണ് 10ാമത്തെ ഗോളായിട്ട് സിജിയുടെ എജു സെൻറ്റേഴ്സുകളായിട്ട് 300 എണ്ണമെങ്കിലും നമ്മൾ കേരളത്തിൽ കൊണ്ട് കുറേ എണ്ണം വർക്ക് ചെയ്യുന്നു. അതിനൊക്കെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഇൻഷാല്ലാ ഈ സെഷന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ അതിൻ്റെ ഇനീഷ്യേറ്റീവ് വന്നിട്ടുണ്ട്, അവരവിടെ പ്രഖ്യാപിക്കും. അതേപോലെ തന്നെ റിസർച്ചേഴ്സിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നല്ല ക്വാളിറ്റി റിസർച്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട്. PhD-കാർ എന്ന അർത്ഥത്തിലല്ല. PhD-കാരെ എളുപ്പം ഉണ്ടാക്കാം, പക്ഷേ ക്വാളിറ്റി റിസർച്ചേഴ്സിന് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ PhD എന്നതിനേക്കാളേറെ നമുക്ക് ഏറ്റവും നല്ല ഗവേഷകന്മാരുണ്ടാക്കണം. മറ്റൊരു ലക്ഷ്യത്തിലേക്ക് സിജി ഇതുവരെ എൻട്രി ചെയ്യാത്ത മറ്റൊരു ഗോളിലേക്ക് കൂടെ ഇപ്രാവശ്യം എൻട്രി ചെയ്യുന്നുണ്ട്, പ്രീമാരിറ്റൽ ഇഷ്യൂസ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക പ്രീമാരിറ്റൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നൊരു ഏർപ്പാടാണെന്ന്. അതല്ല. സിജിയുടെ വളരെ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള AP നിസാം സാറാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. ഒരു കരിക്കുലം ഹാഫിസ് മുഹമ്മദ് സാറാണ് അതിനെ വെറ്റ് ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരിക്കുലം വെച്ചുകൊണ്ട് നമ്മൾ പ്രീ മാരിറ്റൽ കോഴ്സ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ട്. ജുഡീഷ്യൽ സർവീസ്. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇവിടെ വന്നിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ വരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ഗോൾ എന്ന് പറഞ്ഞതിൽ? അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ജുഡീഷ്യൽ സർവീസ് നിങ്ങളുടെ പരിഗണനയിലുണ്ടോ? ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് 13ാമത്തെ നമ്പർ ഇട്ടിരിക്കുന്ന ഗോള് ജുഡീഷ്യൽ സർവീസാണ്. ജുഡീഷ്യൽ സർവീസിലെത്തണം, പെൺകുട്ടികളെത്തണം, ആൺകുട്ടികളും. അങ്ങനെ എത്തുന്നൊരു കാലത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5 വർഷം കൊണ്ട് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ ലെവൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ യുനെസ്കോ, UNICEF തുടങ്ങിയ സംഘടനകളിലേക്കുള്ള പ്രാതിനിധ്യം, അതൊക്കെ നമ്മൾ പറയാം തിങ്ക് ടാങ്ക്സ് എന്ന് പറയാം. ഇവരാണ് പോളിസികളെ ഡിസൈൻ ചെയ്യുന്നത്, പോളിസികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് എത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാഷണലി ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ്. ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനാണ്. എൻ്റെ ക്ലാസ്മേറ്റ് കോഴിക്കോട്ടുകാരിയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. ജോയിൻറ്റ് ഡയറക്ടറാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ പറയും, ഫറൂഖ് കോളേജിലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നത്. പണ്ടൊക്കെ ഫറൂഖ് കോളേജിൽ നിന്ന് ഒരുപാട് കുട്ടികൾ
എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് ഓഫീസർ പോസ്റ്റിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഇപ്പോൾ JDയും DDയും ഒക്കെ ആയിട്ടുണ്ട്, നല്ല പ്രാതിനിധ്യമുണ്ട്. പക്ഷേ പുതിയ തലമുറയിൽ നിന്ന് അങ്ങനെ ഒരു ഒഴുക്ക് കാണാനേ ഇല്ല. സീറ്റുകളുടെ എണ്ണം കുറച്ചിട്ടൊന്നുമല്ല, ആറ്റിറ്റ്യൂഡാണ് മാറിയത്. പ്ലാനിംഗ് ബോർഡ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യം നമ്മൾ കാണുന്നുണ്ട്. മീഡിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആകാം, ന്യൂ മീഡിയ ആകാം. ഇനിയൊരു 4th ജനറേഷൻ ഓഫ് മീഡിയ വരാനുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ശേഷമുള്ളൊരു മീഡിയന് വരാനിരിക്കുന്നുണ്ട്, AI ബേസ്ഡ്. ആരും ഡിഫൈൻ ചെയ്തിട്ടില്ല, വരും. യുവാൻ ഹരാരിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ സങ്കല്പിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ തുറന്നു നോക്കിയിട്ടാണ് നമുക്ക് വാട്സപ്പിലൂടെ, ചാറ്റിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ തുറക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പ് തുറക്കാതെ നിങ്ങളുടെ ചിന്തകളെ ഒരു അദൃശ്യ ശക്തി സ്വാധീനിക്കും. നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ളത് ഇതാണ് യുവൻ ഹരാരയുടെ പുസ്തകത്തിൽ പറയുന്നത്. അതാണ് അടുത്ത മീഡിയ. ആ അദൃശ്യ ശക്തിയാണ് അടുത്ത മീഡിയ. അത് നിർവചിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള മീഡിയകളിലൊക്കെ ആളുകൾ എത്തിപ്പെടേണ്ടതുണ്ട്. ചാർട്ടേഡ് ജോബ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കണക്കെടുത്തിരുന്നു, ഇത് അവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട്, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറിയൽ സയൻസ്, ആക്ച്വറൽ ആൻഡ് ഡാറ്റ സയൻസ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കെടുത്തപ്പോൾ നമ്മളൊരു 100 പേരോട് ആക്ച്വറിയൽ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും അതിൽ ഒരാൾക്ക് പോലും കൃത്യമായി മറുപടി പറയാനുണ്ടാവില്ല. ചിലർ കേട്ടിട്ടുണ്ടെന്ന് പറയും, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അറിയില്ല. ഞാനും നിങ്ങളും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആക്ച്വറി അതിൽ ഇടപെട്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര പ്രീമിയം അടക്കുന്നു തീരുമാനിച്ചതിൽ. നിങ്ങൾ ഓടിക്കുന്ന കാറിന് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് തീരുമാനിക്കുന്നതിൽ ആക്ച്വറിയുടെ റോളുണ്ട്. നമ്മളുണ്ടാക്കുന്ന വീടുകൾക്ക്, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്, ഇതിൻ്റെ മുകളിലൊക്കെ ആക്ച്വറിയുടെ കയ്യൊപ്പുണ്ട്. ആ മേഖലകളിൽ പാകിസ്ഥാനേക്കാളും പിറകിലാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി കണക്ക് പ്രകാരം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ചാർട്ടേഡ് ജോബുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻസ് കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ കുറച്ച് സമയമെടുക്കുന്നതോട് വേഗത കൂട്ടുകയാണ്. ഓൺലൈൻ ഫെസിലിറ്റികളെ മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് ഓൺലൈൻ ചാനലുകൾ എങ്ങനെയാണ് മാക്സിമം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 30 ഓൺലൈൻ സെൻറ്ററുകളാണ്. ആദ്യത്തേത് വയനാട്ടിൽ മേപ്പാടിയിലാണ് നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. UK സഹോദരങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത്. കുട്ടികൾ അവിടെ ഇരുന്നാൽ മതി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറുടെ ക്ലാസ് മേപ്പാടിയിലെത്തും. വളരെ എളുപ്പമാണ്. ഇത്തരത്തിലുള്ള സെൻറ്ററുകളിലൂടെ ലോകത്തിലെ വിവിധ പ്രഭാഷണങ്ങളൊക്കെ തന്നെ ഈ സെൻറ്ററുകളിലേക്ക് എത്തുന്ന ഒരു രീതി. അതുപോലെ ടെക്നോളജി എങ്ങനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് 21st ഗോള്. 22nd ഡാറ്റാ സെൻറ്റർ, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളൊരു ഡാറ്റാ സെൻറ്റർ അനിവാര്യമാണ്. കുറച്ച് മുമ്പ് രാവിലെ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞു ഡാറ്റയുടെ, നസീർ ഹുസൈൻ സാഹിബാണ് പറഞ്ഞു, ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല ആൾ. ഡാറ്റ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് പറയുന്നത് ബീഹാറിനേക്കാളും മോശമാണ് നമ്മളെ അടുത്തുള്ള ഡാറ്റ. അവർക്കൊന്നുമില്ല, പഞ്ചായത്തിലെ വോട്ടർമാരുടെ എണ്ണവും പ്രായമെങ്കിലും അറിയാം, നമുക്ക് അതുപോലും അറിയില്ലല്ലോ കൃത്യമായിട്ട്. അപ്പോൾ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് മാക്സിമം ഇത് കൺവേർട്ട് ചെയ്യാമെന്ന നമ്മളൊരു ഗോളാണ്. അതേപോലെ തന്നെ റോപ്പ്, ഡോക്ടർ സുബൈർ ഉദവി ഇവിടെ മുൻബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. സിജിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊക്കെ തന്നെയും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ JNUയുടെ മേൽവിലാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രൊമോഷൻ കിട്ടാനോ പ്ലേസ്മെൻറ്റ് കിട്ടാനോ ബെറ്റർ കരിയറിലേക്ക് പോകാനോ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ JNUവിൽ പഠിച്ചെടുത്ത സ്കില്ലും ആ എക്സ്പോഷറും ഉപയോഗപ്പെടുത്തിയിട്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ CTയുടെ ഒക്കെ സപ്പോർട്ടോട് കൂടെ ചെയ്യുന്ന റോപ്പ് പ്രോജക്റ്റ്, പ്രയാൺ ഫൗണ്ടേഷനാണത് അവിടെ ഹെഡ് ചെയ്യുന്നത്. അനിവാര്യമാണ്. കാരണം അബൂബക്കർ സാർ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഉണർത്തിക്കൊണ്ടേയിരുന്ന കാര്യമാണ്, നിങ്ങൾ പുറത്തേക്ക് പോകും. ആ വാക്ക് പാലിക്കാനാണ് നമ്മൾ റോപ്പ് തുടങ്ങിയത്. ഉത്തരേന്ത്യ മാത്രമല്ല എന്ന് മനസ്സിലായത് തിരുത്തിനി എന്ന് പറയുന്ന ചെന്നൈക്ക് അടുത്തുള്ളൊരു വില്ലേജ് പോയപ്പോഴാണ്. അതിദയനീയമാണ്. ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ വളരെ ദയനീയമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും പ്രവർത്തനം നടത്തുന്ന റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. 30 റോപ്പ് സെൻറ്ററുകളാണ് നമ്മൾ ഇപ്പോൾ 5 എണ്ണമാണുള്ളെങ്കിൽ 30 എണ്ണമാണ് നമ്മൾ അതിനെ സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പോയിട്ട് മറ്റൊരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, പുതിയൊരു ആശയമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് സംഘടനകൾ,
ഒരു എക്സാമ്പിൾ പറയാൻ മലബാർ ഗോൾഡ്, അതിൻ്റെ MD ഇവിടെ വരേണ്ടതായിരുന്നു, അബ്ദുള്ള സാഹിബ് CJ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവരൊക്കെ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഒരു ചർച്ചക്കിടയിൽ നമ്മൾ മുന്നോട്ട് വെച്ചു, ഭക്ഷണം കൊടുത്തോളൂ, തീർച്ചയായിട്ടും ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണത്തോടൊപ്പം കുറച്ച് കരിയർ കൊടുത്താൽ ഒരു 5-10 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവർ ഡെവലപ്പ് ചെയ്യുമല്ലോ. ഇല്ലെങ്കിൽ അവർ മരിക്കണവരെ നമ്മൾ ഭക്ഷണം കൊടുക്കണ്ടേ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റായിട്ട് അവർ തോന്നുന്നു. ഈ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കരിയർ എന്ന് പറയുന്ന അത് 3 മില്യൺ ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 3 മില്യൺ ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ കരിയർ കൊടുക്കുക, പതുക്കെ ചെറിയ ഡോസ് കൊടുക്കുക. ഗ്രാജ്വലി ദേ വിൽ ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ഗോൾ, ഇതിൻ്റെ ഇനീഷ്യൽ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ അക്കാഡമിക്കലി ഡീൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വേണം. സിജിയുടെ പേരിൽ വേണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായാൽ മതി കമ്മ്യൂണിറ്റിക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 30 ലക്ഷ്യങ്ങൾ. ഞാനൊന്ന് ചുരുക്കി പറഞ്ഞത്, സമയപരിമിതി പോലെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഡിസ്കഷനിലേക്ക് ഇതിന് നമ്മൾ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കൊണ്ടുവരാം. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ നേരമാണ്, പ്രതിരോധത്തിൻ്റെ നേരമാണ്. നമ്മളോട് തന്നെ സ്വയം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രതിരോധിച്ചു കൊണ്ടിരിക്കേണ്ടുന്നൊരു നേരമാണ്. കരാറുകൾ ലംഘിക്കപ്പെടുന്നു, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, ഒരു കാരണവുമില്ല, ഒരു ന്യായവും ഇല്ല. നമ്മൾ നോക്കി നിൽക്കുന്നു. ലോകത്തിൽ പലയിടത്തും അനീതിയാണുള്ളത്. നീതിക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്, ഇക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യപക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം ഏറ്റെടുത്ത ആളുകളാണ് സിജിക്കാർ. അതിൽ പല മതക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, 20 വയസ്സുള്ള ആളുകളുണ്ട്, 60 വയസ്സുള്ള ആളുകളുണ്ട്, കോഴിക്കോട്ടുകാരുണ്ട്, കൊല്ലത്തുകാരുണ്ട്, കാസർകോട്ടുകാരുണ്ട്. ഇതൊന്നും നമുക്ക് വ്യത്യാസമല്ല. എല്ലാവരും നിൽക്കുന്നത്, എല്ലാവർക്കും നീതിപൂർവമായിട്ടുള്ള വിഭവങ്ങൾ കിട്ടേണ്ടതുണ്ട്, അന്തസ്സോടെ ജീവിക്കാൻ പറ്റേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഹന്തല്ലയാണ്. ഹന്തല്ല വരച്ചത് നാജി അൽ അലി, വായിച്ചിട്ടുണ്ടാവും. 1960കളിൽ ഫലസ്തീനിൽ നിന്ന് നാട് കടത്തപ്പെട്ട, ലെബനോനിലേക്ക് നാട് കടത്തപ്പെട്ട, അവിടെ തൻ്റെ ഷെഡിലിരുന്നിട്ട് വരച്ച ചിത്രം. ഹന്തല്ലയുടെ ചിത്രം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കണം. അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു പിന്നീട് ചെയ്തത്. ഈ ചിത്രകാരൻ കൊല്ലപ്പെടുകയാണ് ചെയ്തത് 80കളിൽ. ഹന്തല്ലയുടെ കുറിച്ചിട്ട് മുരുകൻ കാട്ടാക്കട ഒരു കവിത എഴുതിയിട്ടുണ്ട്, യൂട്യൂബിൽ അവൈലബിളാണ്, കേൾക്കണം. അതിലെ 2 വരികൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, അതിൽ പറഞ്ഞത് തുന്നലുള്ള വസ്ത്രം അവൻ്റെ പരിസ്ഥിതി. ആ ചിത്രം നിങ്ങൾ കണ്ട ആളുകൾക്കും ഓർമ്മ ഉണ്ടാവും. പിറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന, കൈ ബാക്കോട്ട് കെട്ടിയിരിക്കുന്ന ഒരു 10 വയസ്സുകാരൻ. ഇത് നജി അലി, അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോഴാണ് നാട് കടത്തപ്പെടുന്നത്. ആ 10 വയസ്സുകാരനാണ് ഇപ്പോഴും. ഹന്തല്ലയ്ക്ക് 10 വയസ്സേ ഉള്ളൂ. ഒരു മൊട്ടത്തല, കുറച്ച് കുറ്റി മുടികൾ അവിടെ ഇവിടങ്ങളായിട്ട്, മുഷിഞ്ഞ വസ്ത്രം, പിറകോട്ട് കൈകെട്ടിയിട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ ചെരുപ്പില്ലാതെ നിൽക്കുന്ന ഹന്തല്ല. കീറിയ വസ്ത്രം, ചെരുപ്പില്ല, ഒട്ടും കൂസാതെ നിൽക്കുന്ന ഹന്തല്ല. ആ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. മുരുകൻ കാട്ടാക്കട അത് കണ്ടപ്പോൾ അദ്ദേഹം എഴുതിയത്, തുന്നലുള്ള വസ്ത്രം അവൻ്റെ പരിസ്ഥിതി, പൊള്ളലേറ്റ ഭൂമി തൻ്റെ വർത്തമാന തൽസ്ഥിതി. ഇനിയുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, പിന്നിലായി പിണച്ചു വെച്ച കൈകൾ ലോകവൈദ്യുതി. പിറകോട്ട് കെട്ടിയിരിക്കുന്ന കൈ ലോകവൈദ്യുതി. ആ പ്രയോഗം മനസ്സിലേക്ക് കിട്ടണം നമുക്ക്. ഒന്നുയർത്തി വയ്ക്കുകിൽ കഴിഞ്ഞു കാലദുസ്ഥിതി. അപ്പം അത് ഉയർത്തി വെക്കാനുള്ള സമയമായിട്ടുണ്ട്. ആ പോരാട്ടമാണ് നമ്മളിപ്പോൾ ഫലസ്തീനിൽ, ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ് നമ്മളും സിജിയം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോളുകൾ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ്. നന്ദി. അസ്സലാമു അലൈക്കും.